ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ പെയ്യാൻ തുടങ്ങിയ മഴ ഇതേവരെ തോർന്നിട്ടേ ഇല്ല. എങ്കിലും നമ്മുടെ പാലുകാരി ചേച്ചി മുടക്കമില്ലാതെ നമുക്ക് രാവിലെ തന്നെ പാലെത്തിച്ചു. കിട്ടിയ പാടെ തന്നെ നമ്മളത് പാത്രത്തിലാക്കി അടുപ്പിൽ വെച്ചു. അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നമ്മൾ വേവിച്ച് വറ്റിച്ചെടുക്കണം. നമ്മുടെ നാടൻ പാലായതിനാൽ നമുക്ക് കൂടുതൽ സമയം അത് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മളതൊരു ഗ്ലാസ്സിലാക്കി. അതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്കൊരു ചെറിയ കേക്ക് എടുത്തിട്ടുണ്ട്. രാവിലത്തെ നമ്മുടെ ലഘുഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് ഒരു ചിക്കൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പാനിൽ എണ്ണ ചൂടായി നമ്മൾ അതിലേക്ക് സവോള അരിഞ്ഞതിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചുവന്നുള്ളി ഇവ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു. വഴന്നു വന്ന സവോളയിലേക്കിട്ട് അതുകൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ലേശം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വഴറ്റിയെടുക്കാം. വഴന്നു വന്ന സവോളക്കൂട്ടിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ തക്കാളി കൂടി ചേർക്കാനുണ്ട്. തക്കാളി കൂടി നന്നായി ഒന്ന് വഴന്നു വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയം നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കനിൽ കുരുമുളക് പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് പുരട്ടി വെച്ചിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം നമ്മളിത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലേശം വിനാഗിരി കൂടി നമ്മളിതിലേക്ക് ചേർത്തിരുന്നു. വിനാഗിരി ചേർത്ത് നമ്മൾ ചിക്കൻ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാനാണ്. വഴന്നു വന്ന കൂട്ടിലേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് പൊടിയുടെ എല്ലാം പച്ചച്ചുവ മാറുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മളിതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കഴുകി വൃത്തിയാക്കി നന്നായിട്ട് അരച്ചൊന്ന് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാൻ. ചിക്കൻ കറിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടാനാണ് നമ്മൾ ഈ ഇല അരച്ച് ചേർക്കുന്നത്. വഴന്നു വന്ന മസാലയിലേക്ക് നമുക്ക് ഇതുകൂടി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ചിക്കൻ കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നല്ല തിളച്ച വെള്ളമാണ് ചേർക്കാനുള്ളത്. പച്ചവെള്ളം ഇതിലേക്ക് നമ്മൾ ചേർക്കരുത്, ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകും. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഈ സമയത്തിന് നമുക്ക് പാകത്തിന് ഉപ്പ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കൂടെ നമ്മൾ ചപ്പാത്തിയും ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കാമെന്ന് ഓർത്തു. ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വറ്റിക്കുറുകി വന്ന നമ്മുടെ ചിക്കൻ കറി പുതിനയും മല്ലിയും അരച്ച് ചേർത്തതിനാൽ നല്ല ഒരു മണവും കൂടിയാണ്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും പുതിയ പുതിയ റെസിപ്പികളുമായി കാണാമെന്ന പ്രതീക്ഷയോടെ